കടനാട് പഞ്ചായത്തിലെ 10ാം വാർഡിൽ തോട് ശുചീകരണം പുരോഗമിക്കുന്നു. വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ നടപടികൾ ശക്തമാക്കി. മഴക്കാലത്ത് പതിവായി വെള്ളക്കെട്ടും വെള്ളപ്പൊക്ക ഭീഷണിയും നേരിടുന്ന കടനാട് പഞ്ചായത്തിലെ 10ാം വാർഡിൽ തോടുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മാനസികാപ്പൻ എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തോട് ശുചീകരിക്കുന്നതോടെ കടനാട് ടൗണിലെ മഴക്കാല വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാകും. ആദ്യഘട്ടമായി തോട്ടിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഇതിലൂടെ മഴവെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമായി വെള്ളക്കെട്ടും വെള്ളപ്പൊക്ക സാധ്യതയും കുറയ്ക്കുകയാണ് ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് 10ാം വാർഡ് അംഗം ജ്യോതിലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നിലവിൽ ഈ പ്രാവശ്യവും മഴ കനത്ത് കൂടുതലായി വരുന്നതിന് മുൻപ് നമുക്കിതൊന്ന് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫണ്ട് MLAയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഇവിടെ കൊണ്ടുവരാനും നമ്മുടെ പുളിച്ചമാക്കൽ പാലത്തിന്റെ അവിടെയാണെങ്കിൽ കൈത നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും അത് വെട്ടിമാറ്റാനുള്ള ഒരു ചെറിയ തുകയിൽ തീരെയല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അതും കൂടി ഉൾപ്പെടുത്തി ഒരു 3.25 ലക്ഷം രൂപ നമുക്കിവിടെ MLA പ്രത്യേകമായി പറഞ്ഞ് അനുവദിച്ചു തരികയും നമുക്ക് ഈ തോടിൻ്റെ ആഴം കൂട്ടി കൊല്ലപ്പള്ളിയിലെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് ഇന്നിപ്പം നമുക്ക് ഉദ്ഘാടനമായിട്ട് ചെയ്യാനുള്ളത്. ഏകദേശം ഒന്നരയാഴ്ച സമയം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് കോൺട്രാക്ടർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒന്നരയാഴ്ച സമയം കൊണ്ട് കൊല്ലപ്പള്ളി തോടിൻ്റെ ആഴം കൂട്ടി നമുക്ക് കൂടുതൽ കരുത്താർന്ന ഒരു തോടിനെ നമുക്കിവിടെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹകരണവും പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മഴക്കാലം ആരംഭിക്കുന്നതോടെ ഈ പ്രദേശത്ത് കടകളും വീടുകളും വെള്ളക്കെട്ട് മൂലം ബുദ്ധിമുട്ടിലാകുന്നത് പതിവായിരുന്നു. ഇത്തവണ മഴ ശക്തമാകുന്നതിന് മുമ്പേ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും വ്യാപാരികളും. പ്രവർത്തകർ സമയബന്ധിതമായും കാര്യക്ഷമമായും പൂർത്തിയാക്കുവാൻ MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കാല ദുരിതം ഒഴിവാക്കുന്നതിനും പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ആവശ്യമായ എല്ലാ നടപടികളും തുടർന്നും സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ.